ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ വില്ലയുടെ സബ്സ്റ്റേഷൻ റൂം. നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് HV റൂമാണ്. പിന്നെ ഈ HV റൂമിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ RMU യൂണിറ്റ് കണക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഇതിലൂടെയാണ് നമ്മളുടെ കേബിൾ എൻട്രി ചെയ്യുന്നത്. അതായത് ADDC എന്നുള്ള കേബിൾ എൻട്രി ഈ ഒരു പൈപ്പ് കൂടെയാണ് നമ്മൾ അവിടെ ഇട്ടിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്സ്റ്റേഷൻ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഈ HV റൂമിലേക്ക് കേബിൾ കൊണ്ടുവരിക. അപ്പോൾ ഇതിൽ HV റൂമിൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ട്രെഞ്ച് ഉണ്ടാവും. നമുക്ക് ആ ട്രെഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്തിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ HV റൂമിൽ നമുക്ക് AC നിർബന്ധമാണ്. അതുപോലെ തന്നെ എയർ ടൈറ്റ് ആയിരിക്കണം. അതുപോലെ ഒരു സോക്കറ്റ് കൊടുക്കണം. പിന്നെ ലൈറ്റ്സ് ഉണ്ടാവും. പിന്നെ സ്മോക്ക് ഫിൽറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ എമർജൻസി ലൈറ്റ്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് റിക്വയർമെൻറ്റ്. ഇതിൻ്റെ ഈ ട്രെഞ്ചിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഏകദേശം 75 സെൻറ്റിയാണ്. ഈ കാണുന്ന ഈ ഹോളിൽ കൂടിയാണ് എന്ത് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേബിൾ ആണ്. നമ്മൾ അവിടെ ഒരു മെക്കാനിക്കൽ സീൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതും കൂടി പെൻഡിങ് ആണ്. അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് നമ്മളിപ്പോൾ AC ആണ്, ACൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് AC ലീക്കായി കഴിഞ്ഞാലും ആ വെള്ളം എന്താവാൻ പാടില്ല, താഴേക്ക് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെറ്റപ്പ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറച്ചും കൂടി പണികളും കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള വീഡിയോസൊക്കെ വരുന്ന വീഡിയോകളിൽ കാണാം. ഈ കാണിച്ചിരിക്കുന്നത് നമ്മുടെ എർത്തിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന എർത്ത് ബാറാണ്. എർത്തിങ് കാര്യങ്ങളൊക്കെ ഈ പുറത്താണ് നമ്മൾ ചെയ്യുക. അതിൻ്റെ വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഞാനാണ് നിങ്ങളുടെ വീഡിയോ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്നതാണ് ട്രാൻസ്ഫർ റൂം. ഈ ട്രാൻസ്ഫർ റൂമിൽ ഇവിടെ നമ്മൾ നെറ്റ് ഇടേണ്ട ആവശ്യം ADDCൻ്റെ ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്നു. അവരുടെ ഭാഗത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ട് അവിടെ നെറ്റ് ഇടണം. അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലും ഇപ്പോൾ ഈ ഒരു ഹോൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെയാണ് നമ്മൾ ട്രാൻസ്ഫോമർ ട്രെയിൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ അതിന് വേണ്ടിയിട്ടാണ് ഈ ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ബാക്ക് നെറ്റ് വെക്കണം. അതും ADDCൻ്റെ പിന്നെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഈ ഒരു ഹോൾ കൂടെയാണ് നമ്മുടെ RMU യൂണിറ്റ് നിന്ന് ട്രാൻസ്ഫോമറിലേക്ക് കണക്ട് ചെയ്യുക. ഇവിടുന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് LV റൂമിലേക്ക് കേബിൾ പോകും. ഇവിടുന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കേബിൾ പിന്നെ 1 ന്യൂട്രൽ കേബിളാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഏകദേശം ട്രാൻസ്ഫോമർ മുകളിൽ കൂടി